ദിവ്യകാരുണ്യ ഈശോയെ, ജീവൻ്റെ അപ്പമാകുവാൻ നീ നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ദാരുണമായ മഹാപീഡകൾക്ക് സ്വയം വിധേയനാവുകയും ചെയ്തല്ലോ. കാലിത്തൊഴുത്തിൽ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ വന്നു പിറന്നതു മുതൽ കാൽവരിയിൽ സർവവും പിതാവായ ദൈവത്തിന് സമർപ്പിച്ച് ജീവൻ വെടിയുന്നത് വരെയുള്ള അങ്ങയുടെ ഇഹലോക ജീവിതത്തിൻ്റെ യോഗ്യതകളെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. പാപമല്ലാത്ത എല്ലാ കാര്യങ്ങളിലും മനുഷ്യനോട് സമനായിരുന്നെങ്കിലും അത്യുന്നതനായ ദൈവത്തിൻ്റെ ശരീരവും രക്തവുമാണ് പരിശുദ്ധ കുർബാനയിൽ കൂദാശ ചെയ്യപ്പെടുന്നത് എന്ന നിത്യസത്യം തിരുസഭയും അവളുടെ പുരോഹിതരും മറക്കാതിരിക്കട്ടെ. അപ്പത്തിൻ്റെ രൂപത്തിലാണ് ഞങ്ങൾക്ക് കാണപ്പെടുന്നതെങ്കിലും സ്വർഗത്തിൽ മാലാഖമാർ അങ്ങയെ ആരാധിക്കുന്നത് പോലെ തന്നെ ഭൂമിയിൽ ഞങ്ങളും അങ്ങയെ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുമ്പോഴും വിശുദ്ധ കുർബാന ജനങ്ങൾക്ക് നൽകുമ്പോഴും അങ്ങയോടുള്ള ആദരവും ഭക്തിയും അല്പം പോലും കുറയാതിരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം പുരോഹിതർക്ക് നൽകണമേ. വേണ്ടത്ര ഒരുക്കത്തോടും ഭക്തിയോടും കൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൻ്റെ പ്രാധാന്യം തിരുസഭാ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അങ്ങയുടെ പുരോഹിതരെ പ്രചോദിപ്പിക്കണമേ. നിത്യകന്യകയായ പരിശുദ്ധ മറിയമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.